ഹലോ ഗായ്സ്, എൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ നാടുകാണി ചുരത്തുമല്ല കേട്ടോ. നാടുകാണി ചുരം ഫുള്ളായിട്ട് എങ്ങനെ നമുക്ക് എണ്ണ ലാഭിക്കാം എന്നുള്ളതാണ് ഞാൻ ഇതിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് കേട്ടോ. ഇവിടെ മുതലാട്ടോ നമ്മളെ വണ്ടി ന്യൂട്രാക്കാൻ പോണത്. ഇനി മുതൽ നമ്മളെ വണ്ടി ഫുള്ള് ന്യൂട്രലായിരിക്കും. ഞാൻ ചാവി ഓഫ് ആക്കണില്ല. എന്താ വെച്ചാൽ എത്ര സ്പീഡിൽ പോകുന്നുണ്ട് എന്നുള്ളത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. ഇഞ്ചൻ സ്വിച്ച് ഞാൻ ഓഫാക്കി വെച്ചിട്ടാണ്. വണ്ടി സ്റ്റാർട്ടിലല്ല, വണ്ടി ഓഫിലാണ്. അപ്പോൾ നമുക്ക് ഫുള്ളായിട്ട് ഇറങ്ങാം കേട്ടോ. ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ ഫുള്ളായിട്ട് താഴ്ന്ന് ഇങ്ങനെ ഓരോന്ന് പറഞ്ഞു തരാം. ആ വലിയ വണ്ടിന്റെ ബാക്കിൽ വന്ന കാരണം പറ്റ സ്ലോ ആയിട്ടോ. വലിയ വണ്ടി ഇല്ലാന്നുണ്ടെങ്കിൽ ഒന്നുകൂടിയൊക്കെ സ്പീഡിൽ ഇവിടെ വരും. എന്നാലും കുഴപ്പമില്ല, വണ്ടി നമുക്ക് സ്റ്റാർട്ടാക്കാതെ ഇങ്ങോട്ട് കിട്ടിയിരുന്നു. നമുക്ക് ഇനിയും താഴേക്ക് തന്നെ പോവാണ്ട് കേട്ടോ. ആ വണ്ടിന്റെ പിന്നാലെ വന്നത് കൊണ്ടാണ്. കുഴപ്പമില്ല. ഞാൻ ന്യൂട്രൽ അടിച്ച് വരുന്ന കാര്യം വേറെ ആളുകളോട് ഞാൻ കമന്റ് അടിച്ച് ചോദിച്ചായിരുന്നു കേട്ടോ. നമ്മൾ ഇറക്കത്ത് ന്യൂട്രൽ അടിച്ച് വന്നാൽ വണ്ടിക്ക് എന്ത് സംഭവിക്കുന്നു? അതിൽ അധികം ആളുകളും കമന്റ് ചെയ്തത് എന്താ പറയാ, നെഗറ്റീവായിട്ടാണ്. എന്താ പറയാ, അത് ഗിയർ ബോക്സ് തകിട് പൊടിയാവും, പിന്നെ അതുപോലെ ബ്രേക്ക് കിട്ടിയില്ല, ബ്രേക്ക് ഫെയിലർ ആവും, അങ്ങനെ ഒരുപാട് വന്നിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഞാൻ ഈ വണ്ടി എടുത്തിട്ട് ഇന്നേക്കിന് 6 കൊല്ലം കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ഈ 6 കൊല്ലം ഈ വണ്ടി ഈ റൂട്ടിലൂടെ താഴെ ഇറങ്ങുമ്പോൾ ഫുള്ള് ന്യൂട്രൽ അടിച്ചിട്ടാണ് ഞാൻ ഇറങ്ങത്. ഇപ്പോൾ നാടുകാണി ചുരം ഒന്നും കൂടി റോഡ് ക്ലിയർ ആക്കിയ കാരണം നമുക്ക് ഒന്നുകൂടി സ്പീഡിൽ പോകാൻ കഴിയുന്നുണ്ട്. ഈ റോഡ് ഫുള്ളായിട്ട് പൊളിഞ്ഞെടുക്കുന്ന സമയത്ത് കുറച്ചും കൂടിയൊക്കെ സ്ലോ ആയിട്ടാണ് നമുക്ക് പോകാൻ കഴിഞ്ഞത്. ഇപ്പോൾ റോഡ് ഒന്നുകൂടി ഉഷാറാക്കിയത് കൊണ്ട് നമുക്ക് ഒന്നുകൂടി സ്പീഡിൽ പോകാൻ കഴിയുന്നുണ്ട്. ഒരു 33-34 കിലോമീറ്റർ സ്പീഡിലൊക്കെ നമുക്ക് പോകാൻ കഴിയും. ഇതിലേറെ സ്പീഡിൽ നമുക്ക് കുറച്ചുകൂടി താഴെ പോകാൻ കഴിയും. അത് നമുക്ക് എമർജൻസി കാര്യത്തിനൊക്കെ നമുക്ക് പോകുമ്പോൾ, എണ്ണ ലാഭിച്ച് പോകുമ്പോൾ ഒക്കെ നമുക്ക് നടക്കുള്ളൂ. കൈക്ക് പൈസ ഇല്ലാത്ത സമയത്തൊക്കെ നമുക്ക് എന്താക്കാം, എവിടേക്കെങ്കിലൊക്കെ അർജൻറ്റായിട്ട് എത്തണം. ആ സമയത്തൊക്കെ നമുക്ക് എന്താക്കാം, ഒന്നുകൂടി ന്യൂട്രൽ അടിച്ചെങ്ങാണ്ട് നമുക്കൊന്നുകൂടി സ്പീഡിൽ പോവാം. ഇതുവരെ എനിക്ക് എന്ത് സംഭവിച്ചിട്ടില്ല, ബ്രേക്ക് കിട്ടാത്തൊരു സംഭവം ഈ ഒരു ചുരം ന്യൂട്രാക്കി കഴിഞ്ഞിട്ട് എനിക്ക് ഇത്രയും കാലമായിട്ട് സംഭവിച്ചിട്ടില്ല. ന്യൂട്രാക്കിയിട്ട് ഇറക്കൊക്കെ ഇറങ്ങുന്ന സമയത്ത് ആർക്കെങ്കിലും വല്ല ആക്സിഡൻറ്റും കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഒന്ന് ശ്രദ്ധിച്ച് പോവുകയൊക്കെ ചെയ്യാം. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ. നമുക്കിനി മുന്നോട്ട് പോവാം. ന്യൂട്രലാണുള്ളത്, നമുക്കിനി മുന്നോട്ട് പോകട്ടെ. ഞാൻ ചാവി ഓഫാക്കിയില്ല, ഞാൻ മേലെ പറഞ്ഞ ചാവി ഓഫാക്കിയിട്ടില്ല. ചാവി ഓഫാക്കാത്ത കാരണം എത്ര കിലോമീറ്റർ സ്പീഡിൽ പോകുന്നുണ്ട് എന്ന് നോക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ, നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ്.
ഇതിന്റെ മുന്നേ ഞാൻ നാടുകാണിച്ചുരത്തിന്റെ റോഡ് നന്നാക്കണ വീഡിയോ ഒന്നും ഞാൻ ഇട്ടിരുന്നുണ്ടോ. ഞാൻ പറഞ്ഞിരുന്നു അതില് സൈഡ് വർക്കും കാര്യങ്ങളൊന്നും അവർ ചെയ്യണില്ല. സൈഡ് വർക്ക് എവിടെയും അവർ ചെയ്തിട്ടില്ല കേട്ടോ. ഞാനിപ്പോ റോഡിന്റെ വിഷയമായിട്ട് വന്നതല്ല, നമുക്ക് എണ്ണ ലാഭിക്കുന്ന കാര്യത്തിൽ വന്നതാണ്. അപ്പൊ ഇതും കൂടി പറയാന്ന് വിചാരിച്ചു. ഈ ഇന്റർലോക്ക് ചെയ്ത സ്ഥലത്ത് മാത്രമേ ഉള്ളൂ ഓല് എന്താ പറയുക കടിക്കണ സൈഡ് ഒന്ന് ഇതാക്കി വെച്ചു, കോൺക്രീറ്റ് ചെയ്ത് വെച്ചത്. അതെന്തിനാ വെച്ചാൽ ആ ഇന്റർലോക്കിന്റെ ആ പതിച്ച സാധനം അവിടുന്ന് നീങ്ങി പോവാതാക്കാൻ വേണ്ടിട്ടാ. ഞാൻ ഇവിടെ കാണിച്ചെന്റെ താഴെ ഇവിടെ കണ്ട സൈഡിൽ കണ്ടോ കോൺക്രീറ്റ് ചെയ്തിക്കണ്. അത് ആ ഇന്റർലോക്ക് ഇട്ട സ്ഥലം വേർതിരിഞ്ഞ് പോവാതാക്കാൻ വേണ്ടിയിട്ടാണ് ആ സൈഡിൽ അവര് കോൺക്രീറ്റ് ഇട്ടിരിക്കുന്നത്. അല്ലാത്ത ഒരു സ്ഥലത്തും അവര് കോൺക്രീറ്റ് ചെയ്യേ റോഡ് ഒന്ന് സൈഡ് നന്നാക്കി ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. നമ്മൾ വണ്ടി സ്റ്റാർട്ടാക്കി കൊണ്ടുവരേണ്ട രണ്ട് സ്ഥലമുള്ളൂ. ഒന്ന് തമിഴ്നാട് ബോർഡറിന്റെ ഇപ്പുറത്തും പിന്നെ കേരള ബോർഡറിന്റെ അപ്പുറത്തും. അത് 2018 ഒരു മയക്കാകെ കുലുങ്ങിപ്പോയ ആ സ്ഥലമുണ്ടല്ലോ, അവിടെ കുറച്ച് നിരന്ന സ്ഥലമാണ്. അവിടെ ഏതെങ്കിലും വലിയ വണ്ടിയൊക്കെ വരികയാണെന്നുണ്ടെങ്കിൽ നമുക്ക് സ്റ്റാർട്ടാക്കേണ്ടി വരും. പിന്നെ അതുപോലെ ബോർഡറിന്റെ ഇങ്ങേപ്പുറത്തായിട്ടും ചെറുതായിട്ടൊരു സ്ഥലമുണ്ട്. ഈ രണ്ട് സ്ഥലത്തെ നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അല്ലാതെ വേറെ എവിടെയും വണ്ടി സ്റ്റാർട്ടാക്കേണ്ട ഒരാവശ്യവും. സ്റ്റാർട്ടാക്കേണ്ട സ്ഥലം ഞാൻ മുന്നോട്ട് വന്നിട്ട് കാണിച്ചു തരാം കേട്ടോ. ന്യൂട്രലിൽ ഇറങ്ങുമ്പോൾ ബ്രേക്ക് കിട്ടൂല എന്നുള്ള ഒരു പരാതി ഉണ്ടല്ലോ, അതിപ്പോ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഞാൻ ബ്രേക്ക് പിടിച്ച് ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഫ്രണ്ട് ബ്രേക്കാണ് ഞാനിപ്പോൾ പിടിച്ചത്. ഞാൻ വേണമെങ്കിൽ ബാക്ക് ബ്രേക്കും ഒന്ന് പിടിച്ച് കാണിച്ചു തരാം കേട്ടോ. ഞാൻ അത്ര സ്പീഡിൽ പോയ അതൊന്നും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നില്ല. അത് സ്ലോ ആവണുണ്ട്, ബ്രേക്ക് നമുക്ക് കിട്ടുന്നുണ്ട്. അപ്പോൾ നമുക്ക് കുറച്ച് സ്പീഡിൽ പോവുകയാണെങ്കിലും ബ്രേക്ക് നമുക്ക് സുഖമായിട്ട് കിട്ടുന്നുണ്ട്. പിന്നെ ന്യൂട്രലിൽ പോകുന്ന ആൾക്കാരെ ടയറും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കേണ്ടത് അവരാരെ ഇതിലുള്ളതാണ് കേട്ടോ. ഞാൻ എൻ്റെ വിഷയത്തിലുള്ള കാര്യങ്ങളാണ് പറയുന്നത്. എൻ്റെ ടയറും കാര്യങ്ങളൊക്കെ പക്കായിട്ടുള്ളതുകൊണ്ട് എനിക്ക് ന്യൂട്രലിൽ പോകുമ്പോഴും ബ്രേക്ക് പിടിച്ചാൽ സ്കിഡാണ് പ്രശ്നമൊന്നും നമുക്കിതുവരെ ഉണ്ടായിട്ടില്ല. ഇനി ഇല്ലാതിരിക്കട്ടെ. നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കേണ്ട സ്ഥലം ഒന്ന് ഇതാണ് കേട്ടോ. ഇവിടെ കുറച്ച് കയറ്റല്ല കാരണം നമുക്ക് വണ്ടി ഇവിടുന്ന് അങ്ങോട്ട് ന്യൂട്രലിൽ പോയി കിട്ടില്ല. അപ്പം നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടാക്കേണ്ട ആവശ്യമുണ്ട്. സ്റ്റാർട്ടാക്കിയിട്ട് കുറച്ച് ഒരു 100 മീറ്റർ അപ്പുറത്ത് എത്തി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി വീണ്ടും ഓഫാക്കാം, ന്യൂട്രലാക്കാം കേട്ടോ. ഇവിടെ എത്തിയാൽ വണ്ടി വീണ്ടും നമുക്ക് ന്യൂട്രലാക്കി കണ്ടോ, ന്യൂട്രലാക്കി
നമ്മൾ വണ്ടി ഓഫാക്കിട്ടോ ഞാനെ പോയിക്കോളും. പിന്നെ നമ്മൾ എപ്പോഴും ന്യൂട്രൽ ഇറങ്ങുന്ന സമയത്ത് ഇറങ്ങുകയാണെങ്കിൽ ചാവി ഓഫാക്കിയിട്ടാണ്ട് ബാറ്ററി ഇറങ്ങാൻ സാധ്യത കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും മാക്സിമം ചാവി ഓഫാക്കാൻ ശ്രദ്ധിക്കുക. എന്താ വെച്ചാൽ നമ്മളത് എക്സ്ട്രാ ലൈറ്റ് കുറേ ഉണ്ടാവില്ല, നമ്മൾ പാർക്ക് ലൈറ്റ് ഇങ്ങനെ ബ്ലിങ്ക് ആയി കൊണ്ടിരിക്കും. അപ്പോൾ അത് നമുക്ക് എന്താക്കാം, കൺട്രോൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ ചാവി ഓഫാക്കണം. അല്ലെങ്കിൽ നമുക്ക് പിന്നെ താഴെത്തുമ്പോഴത്തേനും ബാറ്ററി ഉണ്ടാവില്ല, ബാറ്ററി ഡൗൺ ആവും. അപ്പോൾ അത് നമ്മൾ ശ്രദ്ധിക്കണം. ഇപ്പം നമ്മൾ തമിഴ്നാട് ബോർഡർ കടന്ന് കേരള ബോർഡർക്ക് എത്തിക്കണം കേട്ടോ. കേരള ബോർഡറും ഫുള്ളായിട്ട് നമ്മൾ ന്യൂട്രൽ തന്നെ ഇറങ്ങുക. അതിൽ ഒരു സ്ഥലത്ത് മാത്രമേ നമുക്ക് സ്റ്റാർട്ടാക്കേണ്ട ആവശ്യമുള്ളൂ. അതും അവിടെ വലിയ വണ്ടി ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് സ്റ്റാർട്ടാക്കേണ്ട ആവശ്യമുള്ളൂ, അല്ലെങ്കിൽ സ്റ്റാർട്ടാക്കേണ്ട ആവശ്യമില്ല. അതുപോലെ പിന്നെ യാറത്തിൻ്റെ താഴെ ഭാഗത്തായിട്ട് കുറച്ച് പൊളിഞ്ഞ സ്ഥലമുണ്ട്. അവിടെയും കൂടി നമുക്ക് കുറച്ചുകൂടി സ്പീഡിലാണ് കിട്ടുകയാണെങ്കിൽ കുഴപ്പമില്ല. അവിടെ കുറച്ച് റോഡ് മോശമാണ്, എന്നാലും നമുക്ക് നോക്കാം. ന്യൂട്രലാണ്ട് കിട്ടുകയാണെങ്കിൽ അത്രയും കഴിച്ചിലായി. ഞാൻ വീണ്ടും പറഞ്ഞുതരാം, നമ്മൾ ബ്രേക്ക് കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നമ്മളെ ടയറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്ത് ക്ലിയർ ആണെങ്കിൽ മാത്രം ഞങ്ങൾ എന്താ പറയുക നിങ്ങൾക്ക് ന്യൂട്രലിൽ പോയാൽ മതി. ഇല്ലാന്നുണ്ടെങ്കിൽ ടയറൊക്കെ മോശമാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താക്കണ്ട, ന്യൂട്രലിൽ പോകാൻ നിൽക്കണ്ട. നിങ്ങളെ ഭാവി തകരാൻ സാധ്യത ഉണ്ട്. എന്താ വെച്ചാൽ എയർ കാര്യങ്ങളൊക്കെ കുറവാണെങ്കിൽ, പിന്നെ ബ്രേക്ക് കുറവാണെങ്കിലൊക്കെ സ്വീപ്പാണ് ന്യൂട്രലിൽ പോകുമ്പോൾ. അത് നമുക്ക് പിടിച്ചാൽ കിട്ടൂല. അപ്പോൾ അത് നിങ്ങൾ ശ്രദ്ധിക്കണം. നമ്മൾ ഇതിൽ ന്യൂട്രൽ അടിച്ച് പോകുന്ന സമയത്ത് നമുക്ക് മാക്സിമം എന്താ പറയുക, ഒരു 50, 55, 60 കിലോമീറ്റർ സ്പീഡിൽ നമുക്ക് എന്തായാലും ന്യൂട്രൽ അടിച്ച് പോകുന്ന സമയത്ത് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട്. കണ്ടോ, 48 കിലോമീറ്റർ, 50 കിലോമീറ്റർ, 52 കിലോമീറ്ററിലൊക്കെയാണ് നമുക്ക് പോയത്. ഞാൻ ഇപ്പോൾ ഇത്ര സ്ലോയിൽ പോകാൻ കാരണം ഫാമിലി ബാക്കിലുണ്ട്. അപ്പോൾ ഫാമിലിയായിട്ട് നമുക്ക് അങ്ങനെ പറന്നടിച്ച് പോകാൻ കഴിയില്ല, ഫുള്ളായിട്ട് കാണിക്കാൻ കഴിയില്ല. ഞാൻ അതാണ് ഒന്നാമത്, ഫാമിലിയുടെ സമയത്ത് തന്നെ നമുക്കത് മാക്സിമം കാണിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞാൻ വീഡിയോ എടുത്തതാണ് കേട്ടോ. ഇപ്പൊ നമ്മള് നാടുകാണി മക്കാമില്ല, നാടുകാണി ചുരം മക്കാമിന്റെ അടുത്ത് നമ്മൾ എത്തിയിരിക്കണ്. അവിടെ കുറെ വണ്ടികളൊക്കെ ഉണ്ട്. നമ്മൾ ഇന്നിപ്പോൾ അവിടെ ഇറങ്ങാൻ നിൽക്കണില്ല, ഫുള്ളായിട്ട് നമ്മൾ വീഡിയോ എടുത്ത് പോവാണ്. നമുക്ക് ഇന്നൊരു ദിവസം ഇവിടെ ഇറങ്ങി ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാം കേട്ടോ. ഞാനതിൽ രണ്ടാമത് പറഞ്ഞത് വണ്ടി സ്റ്റാർട്ടാക്കേണ്ടി വരും എന്ന് പറഞ്ഞ രണ്ടാമത്തെ സ്ഥലം ഇതാണ് കേട്ടോ. ഇതിൽ നമുക്ക് നോക്കാം, ഒന്നുകൂടി റോഡിൻ്റെ അരിഭാഗത്ത് കൂടെ പോയി നോക്കാം. കിട്ടുകയാണെങ്കിൽ കഴിച്ചിലായി. കൂടുതൽ സ്പീഡിൽ നമുക്ക് പോകാൻ കഴിയില്ല. ഫുള്ള് എന്താ പറയുക, മെറ്റലൊക്കെ ആയിട്ട് റോട്ടുമേ ഇഷ്ടം പോലെ കിടക്കുന്നുണ്ട്. നമുക്ക് സ്പീഡിൽ പോയി കഴിഞ്ഞാൽ സ്കിഡാവാൻ സാധ്യത കൂടുതലാണ്. എന്നാലും നമ്മൾ മാക്സിമം ഒരു 18, 16 കിലോമീറ്റർ നമുക്ക് പോകുന്നുണ്ട്, സ്പീഡിൽ പോകുന്നുണ്ട്. നമുക്ക് കിട്ടുമോ നോക്കാം. അപ്പോൾ ഇവിടെയും നമുക്ക് വണ്ടി സ്റ്റാർട്ടാക്കേണ്ട ആവശ്യം വന്നിട്ടില്ല. നമ്മളിവിടെ കഴിച്ചിലായിക്കണ്. ഇനി ബാക്കി താഴെ ഇനിയൊരു സ്ഥലം കൂടി ഉണ്ട്, അത് താഴെയാണ്. അത് ഞാൻ കാണിക്കാട്ടോ.
വേറൊരു വിഷയം കൂടി പറയാം. റോഡില് വണ്ടി സ്പീഡിൽ പോകുന്നുണ്ട്, ന്യൂട്രൽ അടിച്ചങ്ങാണ്ട് വണ്ടി സ്പീഡിൽ പോകുന്നുണ്ട് അന്നങ്ങാണ്ട് ഓവർ സ്പീഡിൽ പോവാൻ നിൽക്കണ്ട. വലിയ വണ്ടിക്കാര് ഏത് കോലത്തിലാണ് വരുന്നതെന്ന് ഒരിക്കലും നമുക്ക് പറയാൻ കഴിയില്ല. വളവ് കൂടുതലുള്ള സ്ഥലമാണ് ചുരം. അപ്പൊ നമ്മൾ മാക്സിമം ശ്രദ്ധിക്കണം. ഒന്നും കൂടി സ്ലോവിലൊക്കെ പോവാം. ഞാനും നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ പോണത് കേട്ടോ. ഇത്ര സ്പീഡിൽ പോകാൻ കഴിയും എന്ന് മാത്രമേ ഞാൻ കാണിച്ചു തരുന്നുള്ളൂ. നിങ്ങളത് എന്താക്കണ്ട, ആ സ്പീഡിൽ പോകാൻ നിൽക്കണ്ട. വണ്ടി നിങ്ങളെ ബ്രേക്കും ടയറും ഒക്കെ നല്ലപോലെ ഉണ്ടെന്നുണ്ടെങ്കിൽ മാത്രം നിങ്ങൾ പോകാൻ നിന്നാൽ മതി. അല്ലെങ്കിൽ നിങ്ങൾ ആ പണിക്ക് നിൽക്കണം. ന്യൂട്രൽ അടിച്ചങ്ങാണ്ട് ഒരു 30, 28, 25 സ്പീഡിൽ പോയി കഴിഞ്ഞാൽ ചുരം ഫുള്ളായിട്ട് നമുക്ക് നല്ല ആസ്വദിച്ച് കണ്ടു പോവാം. ഓക്കെ. തമിഴ്നാട് ബോർഡർ കഴിഞ്ഞ് കേരള ബോർഡർ കൊണ്ട് കടന്നു കഴിഞ്ഞാൽ റോഡ് അടിപൊളിയാണ് കേട്ടോ. നല്ല ഉഷാറുള്ള റോഡാണ്. ചുരത്തുമ്പോൾ ചുരം കഴിഞ്ഞ് കഴിഞ്ഞാൽ റോഡ് ഫുള്ള് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതാണ്. ഞാൻ ചുരത്തുമ്പത്തെ കാര്യം പറയുന്നത്. ചുരം നല്ല ക്ലിയർ ആയിട്ട് റോഡ് ഉഷാറായിട്ടുണ്ട് കേട്ടോ.
അപ്പൊ മൂന്നാമതായി വണ്ടി സ്റ്റാർട്ടാക്കേണ്ട സ്ഥലം ഈ സ്ഥലമാണ് കേട്ടോ. ഇവിടെ 2018 കുറച്ച് ഇളക്കം കാര്യങ്ങളൊക്കെ ആയിട്ട് മഴ കൂടുതൽ പെയ്തിട്ട് മേലിന്ന് മലച്ചെരിവ് ഉണ്ടായതാണ്. അപ്പോൾ ഇവിടെ ഫുള്ള് ഇന്റർലോക്കാണ്, കുറച്ച് വരുന്ന സ്ഥലമാണ്. അതിൻ്റെ ഇടയ്ക്ക് ചെറിയൊരു ഇറക്കം കൂടി ഉണ്ട്. അപ്പോൾ വലിയ വണ്ടിയൊക്കെ വരുന്ന കാരണം നമുക്ക് ഇവിടുന്ന് വണ്ടി ഫുള്ളായിട്ട് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഇന്ന് എനിക്ക് ഈ വണ്ടി ന്യൂട്രടിച്ച് ഫുള്ളായിട്ട് ഇങ്ങോട്ട് കിട്ടിയിട്ടുണ്ട്. ഭാഗ്യം തന്നെയാണ്. അപ്പോൾ എപ്പോഴും അത് കിട്ടിയെന്ന് വരില്ല, ഇന്നിപ്പോൾ എനിക്ക് കിട്ടിയിരിക്കുന്നു.
വൈകുന്നേര ടൈമിൽ ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ ഉണ്ടാവും ട്ടോ. ഈ സ്ഥലത്ത് ഒരുപാട് ആളുകൾ ഉണ്ടാവും. കാഴ്ച കാണാൻ ഒരുപാട് ആളുകൾ ഇവിടെ എത്തും. നമ്മള് ന്യൂട്രൽ അടിച്ച് വന്നിട്ട് ഇതാ ഇപ്പൊ ഇവിടെ വൈക്കടവ് ചെക്ക് പോസ്റ്റ്, ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിന്റെ അടുത്ത് നമ്മൾ എത്തിട്ടോ. ഇനിയും താഴേക്ക് പോകും. വൈക്കടവ് ടൗൺ അറ്റം നമ്മളെ ഈ വണ്ടി പോകും. ഇരുപത്തിയെട്ട് കിലോമീറ്റർ നമ്മൾ എണ്ണ ലാഭിച്ച് ഇവിടെ വൈക്കടവ് ബസ് സ്റ്റാൻഡിന്റെ നേരെ മുമ്പിലാട്ടോ നമ്മളെ വണ്ടി ഇപ്പോൾ
സ്റ്റോപ്പാവാൻ പോകുന്നത്. സ്റ്റോപ്പായിട്ടില്ല. വണ്ടി ഞാൻ സ്റ്റാർട്ടാക്കിയിട്ടില്ല കേട്ടോ. ഇപ്പോൾ കാണിച്ചു തരാം. ബസ് സ്റ്റാൻഡിൻ്റെ നേരെ മുന്നിലെത്തിയിട്ടാണ് വണ്ടി സ്റ്റാർട്ടാക്കേണ്ട ആവശ്യം വന്നിട്ടുള്ളൂ. അപ്പോൾ 29 കിലോമീറ്റർ നമുക്ക് എണ്ണ ലാഭിച്ച് പോരാൻ കഴിഞ്ഞു. ഈ വീഡിയോൻ്റെ അഭിപ്രായം നിങ്ങൾ കമൻറ്റ് ചെയ്യണം കേട്ടോ. നിർബന്ധമായും കമൻറ്റ് ചെയ്യണം. കമൻറ്റ് ചെയ്യാതിരിക്കല്ലേ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക്, ഷെയർ, കമൻറ്റ്, സബ്സ്ക്രൈബും കൂടെ ചെയ്യാൻ മറക്കല്ല കേട്ടോ.